കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ശക്തമായ സാന്നിധ്യമാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റേത്. ഒരുപക്ഷെ ഒരു പോർമുഖത്ത് ഒരു പോർ കുതിരയെ പോലെയാണ് ഇന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാരഥിയായ ജോസ് കെ മാണി. മുന്നണികളിൽ പ്രഥമ സ്ഥാനം, ഏറ്റെടുത്ത സമരങ്ങളിൽ എന്തിനും മുന്നിൽ നിന്നുകൊണ്ട് വാക്കുകളുടെ പ്രഹരം കൊണ്ട് മാത്രമല്ല അദ്ദേഹം മുന്നിട്ടിറങ്ങി വിജയിപ്പിക്കുകയായിരുന്നു. ഇന്ന് വെൽക്കം ടു കോഫി വിത്ത് ലൂക്കിൽ എന്നോടൊപ്പമുള്ളത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ബഹുമാനിയായ ജോസ് കെ മാണി എം പിയാണ്. സർ, വെൽക്കം ടു കോഫി വിത്ത് ലൂക്ക്. ഇന്ന് പത്രമാധ്യമങ്ങളും എല്ലാ ഇലക്ട്രോണിക് മീഡിയകളിലും ജോസ് കെ മാണി എം പി ഇല്ലാത്ത, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ഇല്ലാത്ത, അല്ലെങ്കിൽ ആ സ്പേസ് ഇല്ലാത്ത ഒരു വാർത്തകളുമില്ല. ഇത്രമാത്രം അതിവേഗം എങ്ങനെയാണ് അങ്ങ് കരുക്കൾ നീക്കിയത്? കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തിൽ 6 വർഷമായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഞങ്ങളായിട്ട്, അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന നിരവധി വിഷയങ്ങളിൽ, അത് ഏതാകട്ടെ, അധ്യാപക നിയമനം മാത്രമല്ല, എല്ലാ വിഷയങ്ങളും സാമൂഹിക വിഷയങ്ങളും നമ്മൾ ഇടപെട്ടുകൊണ്ട് അവിടെയൊക്കെ ഒരു പരിഹാരം കാണുവാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്ന് പ്രഖ്യാപിച്ച് ഒരു സമരം നടത്തി അല്ലെങ്കിൽ ഇടപെട്ടു എന്നിട്ട് നമ്മൾ തിരിച്ചു വരികയല്ല. അതിനുള്ള പരിഹാര മാർഗം എന്താണെന്നും കൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നു. 1. 2, അത് നേടിയെടുക്കുന്നതോളം വരെ അതിൻ്റെ പിന്നിൽ എത്ര പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ നമ്മൾ എപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. 3, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ ഇന്നത്തെ മീഡിയയ്ക്കകത്ത് വന്നതും ഒക്കെ നമ്മുടെ അധ്യാപക നിയമനം, ഏതാണ്ട് 16,000 അധ്യാപകർക്ക് വർഷങ്ങളായി അവർക്ക് നിയമനം ലഭിച്ചിട്ടില്ല, ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊരു വലിയൊരു നീതിയുടെ വിഷയമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായത്, രൂപപ്പെട്ടത് സുപ്രീം കോടതിയിൽ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ വന്നതിന് പ്രകാരമാണ്. അപ്പോൾ അത് അവർക്ക് 4% അവർക്ക് റിസർവേഷൻ വേണം. ആ റിസർവേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റ് നിയമങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സിൻ്റെയൊക്കെ അപ്പോയിൻമെൻറ്റ് നടത്താവുള്ളൂ. അല്ല, അതിവേഗം ഒരു സമരം, അതിൻ്റെ തീപ്പൊരി പറന്നതാണ്. പക്ഷേ അതിലേക്കാണ് വരുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് NSS പോയി, അവർക്ക് ഒരു അനുവാദം സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ അതേ സ്റ്റാൻഡിൽ തന്നെ മറ്റുള്ളവർക്കും ഇതിന് നിയമനവുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ളതാണ് മുന്നോട്ട് വെച്ചത്. ഒരു തരത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ അവിടെ ഒരു നിയമത്തിൻ്റെ ഒരു കോടതിയുടെ ഒരു വിഷയം കൂടെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, അവിടെ സുപ്രീം കോടതി SLP ആയിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ മറ്റു ഒറ്റയ്ക്കൊക്കെ ഈ പറഞ്ഞ ഇൻഡിവിജ്വലായിട്ട് കേസിന് പോവുകയും അത് ഡിസ്പോസ് ചെയ്യാതെ കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തു, നമ്മൾ വകുപ്പ് മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്തു, ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്തു. ഇത്രയും ആളുകളുടെ വിഷയമാണ് ഇത്. ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വിഷയമായിട്ട് ഞാൻ ഏറ്റെടുത്തു ഒന്നുമല്ല. അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം തന്നെ നിയമസഭ കൂടാൻ വരെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചരിത്രപരമായ സമരങ്ങൾക്ക് അങ്ങ് നേതൃത്വം നൽകി. വന്യമൃഗ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമം മാറാൻ വേണ്ടി സെക്ഷൻ 11, അതിനുവേണ്ടി ഇവിടെ നിന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആളുകൾ മുഴുവൻ ഡൽഹിയിൽ പോയി സമരം ചെയ്യുകയും കേന്ദ്രമന്ത്രി നിങ്ങളെ വിളിച്ച് അന്നേരം തന്നെ ചില തീരുമാനങ്ങൾ വാക്ക് തരികയും ചെയ്തു. ആ നിയമഭേദം അത് വിജയിച്ചു. രണ്ടാമത്തത് വഖഫുമായി ബന്ധപ്പെട്ട് നല്ലൊരു സ്റ്റാൻഡ് എടുത്തു. അതിനേക്കാൾ ശക്തമായി വാർത്തയിലേക്ക് നിറഞ്ഞു വന്നു. മൂന്നാമത്തെ വിഷയം ഭൂപതിവ് ഭേദഗതി ബിൽ, അതുമായി ബന്ധപ്പെട്ടും അങ്ങയുടെ നിലപാട് വളരെ ശക്തമായിരുന്നു. ഈ ഒരു വലിയ തീപ്പൊരി, അല്ലെങ്കിൽ സർക്കാരും അല്ലെങ്കിൽ സഭയും തമ്മിൽ വലിയ അന്തരം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിവേഗം ചടുലമായി താങ്കൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ട് രാവ് വെളുത്തതുപോലായിരുന്നു. അല്ലെങ്കിൽ ഇത് രീതി തന്നെ മാറിപ്പോയത്. കത്തോലിക്ക സഭ മുഴുവനായിട്ട് NSS സുപ്രീം കോടതി പോയി അവരൊരു വിധി നേടി. അപ്പോൾ അതോട് ചേർന്ന് മുഖ്യമന്ത്രി തീരുമാനമെടുത്തു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മുന്നണിയിൽ ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യമാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റേത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇതിനുള്ള പിന്നിലുള്ള ഊർജ്ജം, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ വാക്കുകളും ഒരു കരുക്കൾ നീക്കുന്നതൊക്കെ കുറിക്കൊള്ളുന്ന പോലെ, അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നത് വരെ അങ്ങ് അതിൻ്റെ പിന്നിൽ നിന്ന് ധീരമായി പോരാടുന്നൊരു കാഴ്ച കാണുന്നു. എന്താണ് ആ ഊർജ്ജം? അല്ല, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇപ്പം അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടാകട്ടെ, വനത്തിൻ്റെ വിഷയങ്ങളാകട്ടെ, ഇതെല്ലാമാണ് ഒരു കൺവിക്ഷനോടുകൂടി, ഒരു ബോധ്യത്തോടു കൂടിയാണ്.
നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് എന്താണ് സബ്ജക്റ്റ് എന്ന് കൃത്യമായി പഠിച്ച് അതിന് എന്തായിരിക്കണം അതിൻ്റെ പരിഹാര മാർഗം. നമ്മൾ ജസ്റ്റ് ഗവൺമെൻറ്റിനോടുള്ള സർക്കാരിനോട് പറഞ്ഞു നിങ്ങളിത് ചെയ്യുക എന്ന് പറഞ്ഞ് എനിക്കങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാചകടിച്ചും അല്ലെങ്കിൽ സമരം നടത്തിയും പോകാം. പക്ഷെ ഇതാണ് പരിഹാരം, ഈ രീതിയിൽ പോകണം എന്ന് അത് ഒരു ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. അതും ജനകീയ വിഷയങ്ങളാണ്. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ സഭയായിട്ട് വിഷയമല്ല, പക്ഷെ ഒരു 100 കണക്കിന് മാനേജ്മെന്റ്, 100 എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ പറയാം 100-ൽ കൂടുതൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അതിനകത്ത് കൂടുതൽ ക്രൈസ്തവ സഭയുമായിട്ട് ബന്ധപ്പെട്ട, കാരണം അവരുടെ സ്കൂളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചർച്ച നടത്തി. ആ ചർച്ച നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് നടത്തി, സഭയായിട്ട് നടത്തി, മുഖ്യമന്ത്രിയായിട്ട് നടത്തി, നിയമവിദഗ്ധരുമായി നടത്തി. അത് ഒരു 3-4 ആഴ്ചയായി, ജസ്റ്റ് പെട്ടെന്നൊന്നുമല്ല, ഒരു മാസമായിട്ട് ഇതിൻ്റെ പുറകിൽ നിന്ന് അതിലേക്കൊന്നും നമ്മളൊരു പബ്ലിസിറ്റി കൊടുക്കുകയോ വാർത്ത കൊടുക്കുകയോ ആയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് നമ്മൾ ഇതിങ്ങനെയാണ് എന്ന് പറയുകയും ഞങ്ങൾ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഞാൻ 2 ആഴ്ച മുമ്പേ പറഞ്ഞു ഇതിനകത്ത് ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകും എന്ന് പറയുകയും ഇന്നലെ അതിൻ്റെ മീറ്റിംഗ് കൂടുകയും ആ മീറ്റിംഗ് കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അനുകൂലമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം സർക്കാർ എടുക്കും എന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി നമുക്ക് ഇത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്.